ഒരു സ്പേസ് ഷട്ടിലിന്റെ ഓൺബോർഡ് ക്യാമറയിലുള്ള ഒരു വീഡിയോ ഫുട്ടേജ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ രണ്ട് ഒബ്ജക്റ്റ് ഈ സ്പേസ് ഷട്ടിലിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ആദ്യ ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു വരുന്നത്, പിന്നെ രണ്ടാമതൊരു ഒബ്ജക്റ്റ് അതിന്റെ പുറകിൽ പിന്നാലെ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും ഈ ഒരു ഒബ്ജക്റ്റിന്റെ നേച്ചറും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു സ്പേസ് ഷട്ടിലിന്റെ അടുത്ത് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു തരത്തിൽ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം ഈ വീഡിയോയിൽ നിന്ന് തന്നെ ഈ ഒരു UFOയുടെ സർഫസ് ഡീറ്റെയിലും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ഷൈനിങ്, റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സർഫസ് ഡീറ്റെയിൽ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാമാണ് ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും ഒട്ടുമിക്ക സ്റ്റോറീസിലൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ചെയ്യുന്നത്. അവർ കണ്ടേക്കുന്ന UFOയുടെ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് പണ്ടത്തെ ഒരു വീഡിയോ ആയതുകൊണ്ടായിരിക്കും ഇത് വളരെയധികം പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ വേർഡിക്റ്റ് ഇതുവരെ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റിനെ പറ്റിയൊക്കെ നമുക്ക് സംശയിക്കാൻ പറ്റും. പക്ഷേ ഈ ഇടയായിട്ട് നാസ ഒരുപാട് വീഡിയോസ് പുറത്ത് വിടുന്നുണ്ട്. അതായത് UFO UAPയുടെ വീഡിയോസ് ഒക്കെ പുറത്ത് വിടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി ഷെയറും ചെയ്ത് തരുന്നുണ്ട്. അതിലൊരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഈ വീഡിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോല് പോലത്തെ ഒബ്ജക്റ്റ് ISSന്റെ അടുത്തോടെ ഇങ്ങനെ പറന്ന് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ ഞാൻ എൻ്റെ അനിയനും കൂടി ഒരുമിച്ചാണ് അനലൈസ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യം, എന്തോ ഒരു ഉടായ്പ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഈ ഒരു വീഡിയോയുടെ കളറിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ആർട്ടിഫിഷ്യലായി പോയോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ആ ഒരു സംശയം എനിക്ക് മാറി. ഇത് ശരിക്കും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കേസ് ആവാനാണ് സാധ്യത. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കാം, ഒരു ഒബ്ജക്റ്റ്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പേസിൽ നിന്ന് ഇങ്ങനെ എൻ്റർ ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ചെറിയ രീതിയിലുള്ള ഡിസ്റ്റർബൻസസും കാര്യങ്ങളൊക്കെ എന്തായാലും സംഭവിക്കും. അതായത് ഇപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കും. പക്ഷേ ഈ വീഡിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഒബ്ജക്റ്റ് വെറുതെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറി മാഞ്ഞു പോകുന്ന പോലെയാണ് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് നാസയാണ് ഈ ഒരു വീഡിയോ പുറത്തു വിട്ടതെന്നാണ്. പക്ഷേ ഇതുവരെയായിട്ടും നാസ ഇങ്ങനത്തെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. അതും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ UFO UAP എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ പൊങ്ങി വരും. ഇങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഒക്കെ വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പുറമെ ഇപ്പോഴത്തെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, എഡിറ്റിംഗ് ടെക്നിക്സ് ഒക്കെ അത്യാവശ്യം കൂടുതൽ നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിയൽ ചെയ്താൽ ഫേക്ക് ചെയ്താന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള UFO ഫുട്ടേജസ് എല്ലാം ഒരുപാട് ആൾക്കാർ ലൈവ് സ്ട്രീമിലൂടെ അയച്ച സംഭവങ്ങളാണ്. അതായത് അവർ കണ്ട സംഭവങ്ങൾ ലൈവ് സ്ട്രീമിലൂടെ ടിക്ടോക്കിലൂടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ലൈവ് സ്ട്രീം ചെയ്ത് അങ്ങനത്തെ വീഡിയോസ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ലൈവ് സ്ട്രീം പോകുന്ന വീഡിയോസ് ഒന്നും നമുക്ക് ഈ പറയുന്ന പോലെ കൃത്രിമൊന്നും നടത്താൻ പറ്റില്ല. അതും ഞാൻ ഈ വീഡിയോയുടെ സോഴ്സ് തേടിയിട്ടാണ്, സോഴ്സിൽ നിന്നാണ് ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് തരുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കണ്ട ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി എല്ലാവരുടെ ഒരു ലോജിക്കൽ മൈൻഡിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും മാക്സിമം കമന്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊരു മനുഷ്യനാണ്, എനിക്കും മിസ്റ്റേക്ക് വരാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളെല്ലാം മാക്സിമം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അതും ഏതെങ്കിലും ഒരു വഴിയിൽ എനിക്ക് മിസ്റ്റേക്സ് വരാം. അത് ഒരു ഹ്യൂമൻലി എറർ മാത്രമാണ്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോളോ 17 അതായത് 1972 വെച്ചെടുത്ത ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ ഫോട്ടോ നോക്കിയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും തോന്നില്ല. ഒരു മൂണിലത്തെ സർഫസും അവിടുത്തെ ദൂരമുള്ള മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഫോട്ടോ പിക്സൽ ബൈ പിക്സൽ ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഫോട്ടോസ് എല്ലാം അനലൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഒരുപാട് ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു പിച്ച് ബ്ലാക്ക് സ്കൈയിൽ ഈ പറയുന്ന 3 ഡോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഏകദേശം ഈ പറയുന്ന ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരുപാട് UAP സൈറ്റിങ്സ് നമ്മൾ കാണുന്നില്ലേ, അതേപോലെ തന്നെ ഒരു നീല കളറ് 3 ഡോട്ടുകൾ നമുക്ക് ആകാശത്ത് തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. ഇതിന്റെ കോഡൊക്കെ ഞാൻ താഴെ എഴുതി കാണിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കിട്ടും. അതും ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും വലിയ സയന്റിഫിക് അച്ചീവ്മെന്റ്സിൽ ഒന്നായിട്ടുള്ള മൂൺ ലാൻഡിംഗ് ഫേക്ക് ആണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ.
അവരെന്താണ് പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന ലൈവ് സ്ട്രീം, ഈ ഫോട്ടോസും കാര്യങ്ങളെല്ലാം സ്റ്റുഡിയോയിൽ വെച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു സ്റ്റുഡിയോ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഈ ലെൻസിന്റെ അകത്ത് കയറിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ് ഒരുപാട് ആൾക്കാർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. മൂൺ ലാൻഡിങ് റിയലാന്നുള്ള കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു സംഭവം നമുക്ക് അവിടെ ഒഴിവാക്കാം. പക്ഷേ ഇതെന്തായിരിക്കും ഈ ഒരു സംഭവം? ഇതിന് ഒരുപാട് പോസിബിൾ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതായത് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ലൂണാർ ലാൻഡിംഗ് മൊഡ്യൂളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഈ ലാൻഡിംഗ് മൊഡ്യൂളിന്റെ പുറത്താണ് ഈ ഒരു ക്യാമറ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗ്ലാസിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ മൂണിന്റെ ഒരു കുഴപ്പം എന്താ പറയുക, നമ്മുടെ ഭൂമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൂണിന്റെ സർഫസ് അത്യാവശ്യത്തിൽ കൂടുതൽ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. അത് മാത്രമല്ല നമ്മുടെ മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ മൂണിൽ കൊണ്ട് ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്രൈറ്റ്നെസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷെ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂണിന്റെ സർഫസ് നമ്മുടെ ഭൂമിയുടെ സർഫസിനേലും കുറവ് ബ്രൈറ്റർ ആണ്. അതായത് ഭൂമിയാണ് നമ്മുടെ മൂണിനെക്കാളും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് സൂര്യന്റെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഭൂമിയിൽ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ ഈ വരുന്ന ലൈറ്റ് എല്ലാം സ്കാറ്റർ ചെയ്ത് ഒരു തരത്തിലുള്ള ലൈറ്റ് ഒക്കെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ സർഫസ് ഈ പറയുന്ന പോലെ അത്രയ്ക്ക് ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കില്ല. പക്ഷെ മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഹാർഷും ആയിരിക്കും. ഈ പറഞ്ഞ ഷാഡോസ് ഒക്കെ ഭയങ്കര ഷാഡോസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അത് മൂണിന്റെ സർഫസ് അത്യാവശ്യം റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫസ് ആയതുകൊണ്ടും അവിടെ ഭയങ്കര പ്രകാശമായിരിക്കും. അപ്പോൾ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ്ലി ആയിരിക്കും. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറയുടെ ഷട്ടർ കൗണ്ടും അതിന്റെ ISO സെൻസിറ്റിവിറ്റി, ഇപ്പൊ അത് ഡിജിറ്റൽ ക്യാമറ അല്ല, അതൊരു ഫിലിം ക്യാമറ തന്നെയായിരുന്നു. അപ്പോൾ ആ ഫിലിമിന്റെ ISO എന്ന് പറയുന്നത് 160 മാത്രമായിരുന്നു. അതിനോടൊപ്പം ഈ ക്യാമറയുടെ ഐറിസ്, അതായത് അപ്പർച്ചർ എന്ന് പറയുന്നത് f5.6 മാത്രമാണ്. ഇവിടുത്തെ ഷട്ടർ സ്പീഡ് എത്രയെന്ന് കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു 1/250 അല്ലെങ്കിൽ 1/500 ആണെന്ന് വിചാരിക്കാം. കാരണം അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് തന്നെയാണ് നമ്മുടെ മൂൺ. അതും ഈ ഒരു കോൺഫിഗറേഷനിൽ നമ്മളൊരു പിക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ആകാശത്ത് സ്റ്റാറുകൾ ഒന്നും കാണാൻ കഴിയില്ല. കാരണം ഈ സ്റ്റാറുകളിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഈ ക്യാമറയുടെ സെൻസർ, അതായത് ഈ പറയുന്ന ഫിലിമിനായിരിക്കും പതിയാനുള്ള സമയം അവിടെ കൊടുക്കുന്നില്ല. അതും ഇവിടുത്തെ അപ്പർച്ചർ അത്യാവശ്യം ചെറുതായതുകൊണ്ട് തന്നെ ഈ സ്റ്റാറുകളിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ പറയുന്ന ഫിലിമിലേക്ക് എത്താത്തത് കൊണ്ടും നമുക്ക് അവിടെ സ്റ്റാറുകളൊന്നും കാണാൻ കഴിയില്ല. അതും ഈ ഫിലിം അത്യാവശ്യം ലോ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് സ്റ്റാറുകളെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒട്ടുമിക്ക മൂൺ ലാൻഡിംഗ് ഫോട്ടോസിൽ നമുക്ക് സ്റ്റാറുകളെ കാണാൻ കഴിയാത്തത്. പക്ഷേ ഇത്രയും ലോ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആയിട്ട് പോലും ഈ ഒരു 3 ഡോട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. പക്ഷെ ഒന്ന് സൂം ചെയ്ത് പിക്സൽ പീപ്പ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം കാണാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഈ ഒരു ഒബ്ജക്റ്റ് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ ഇത് ശരിക്കും ഒരു UFO തന്നെയാണോ? ഏകദേശം 1200 സംതിങ് ഫോട്ടോസ് ഈ ഒരു ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് എല്ലാം അതിന്റെ റോ ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഏകദേശം ഒരു ഫോട്ടോയ്ക്ക് 1.2 GB വരെ സൈസ് ഉണ്ട്. ഏകദേശം 200 ഫോട്ടോസോളം ഞാൻ പിക്സൽ പീപ്പ് ചെയ്ത് നോക്കിയെങ്കിലും എനിക്കൊരു ഒറ്റ ഇമേജിൽ മാത്രമാണ് ഈ ഒരു സംഭവം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേറെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ടാവാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ലെൻസില്ലേ, ആ ഒരു ക്യാമറയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ലെൻസില്ലേ, അത് 60mm ലെൻസാണ്. അതിന്റെ അർത്ഥം ഇതൊരു തരത്തിലുള്ള പോർട്രേറ്റ് ലെൻസ് പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ വരുന്നില്ലേ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ലെൻസില്ലേ, അത് തന്നെയാണ് ശരിക്കും അവരവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലെൻസിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അത്യാവശ്യം നാരോ ആയിട്ടുള്ള, അതായത് ചെറിയൊരു ഫീൽഡ് ഓഫ് വ്യൂ മാത്രമായിരിക്കും ഈ ഒരു ലെൻസിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തോന്നുന്നതിന്റെ കാര്യം ഈ ക്യാമറ എൻ്റെ അടുത്തുനിന്ന് ഒരു 5-6 അടി മാറിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരൊറ്റ ഫ്രെയിമിൽ മാത്രം ഈ ഒരു ഒബ്ജക്റ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. അതൊരു എക്സ്പ്ലനേഷൻ ആണ്. സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ വേറൊരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. അതായത് നമ്മുടെ യൂണിവേഴ്സ് നിറച്ച് ഈ പറയുന്ന പോലെ കോസ്മിക് റേസ് ഉണ്ട്. ഈ കോസ്മിക് റേസ് എന്ന് പറയുന്നത് അത്യാവശ്യം എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഈ ഒരു കോസ്മിക് റേസ് ഈ ക്യാമറയുടെ ലെൻസിന്റെ അതോടെ ഈ ഒരു ഫിലിമിൽ തട്ടിയപ്പോൾ ഉണ്ടായ ഒരു ആർട്ടിഫാക്ട് മാത്രമായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഡസ്റ്റോ അല്ലെങ്കിൽ ലെൻസിൽ എന്തെങ്കിലും ഒരു പൊടി പിടിച്ചായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ ഒരു സൈഡ് ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ ലെൻസിൽ പൊടിയുണ്ടെങ്കിൽ അത് എല്ലാ ഫ്രെയിമിലും കിട്ടേണ്ടതാണ്. അതെന്തെങ്കിലും ആവട്ടെ, ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫിലിം ഉണ്ടാക്കിയത് കൊഡാക്കാണ്. ഈ ഒരു ഫിലിമിന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം ബ്ലൂ ലൈറ്റിനോട് സെൻസിറ്റീവ് ആണ്. അതുമാത്രമല്ല ഇവിടുത്തെ ലെൻസും കൂടി ചെറിയൊരു പ്രശ്നക്കാരനാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിന്റെ പേര് ഞാൻ താഴെ എഴുതി കാണിക്കാം. അപ്പോൾ ഈ ലെൻസ് മൂൺ ലാൻഡിങ്ങിന് വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സംഭവമായിരുന്നു. 1972കളിൽ നമ്മുടെ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒപ്റ്റിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും ആ ലെൻസിനകത്ത് ഉണ്ടായിരുന്നത്. ഈ ലെൻസിനകത്ത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, ഒപ്റ്റിക്കൽ എലമെന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്കൂളിൽ +1 +2 ഒക്കെ പഠിക്കുന്ന പോലെ ഇങ്ങനെ ഫോക്കസ് ഒക്കെ ചെയ്യില്ലേ, ഒരു സംഭവം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അപ്പാരറ്റസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫിസിക്സ് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെയാണ് എല്ലാ ലെൻസും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ലെൻസിനകത്ത് 7 ഒപ്റ്റിക്കൽ എലമെന്റ്സ് ഉണ്ട്. അതായത് 7 ലെൻസുകളുണ്ട്. ഈ 7 ലെൻസുകളും 5 ഗ്രൂപ്പായിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അത് നമുക്ക് നെറ്റിലൊക്കെ നോക്കി കാണാൻ പറ്റും. ഇവിടെ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ സംഭവിക്കും. അതായത് ലെൻസിന്റെ അകത്ത് തന്നെ തമ്മിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ സംഭവിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ
ഈ സംഭവം റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ഈ പറയുന്ന സെൻസറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിലേക്ക് വന്ന് ഇങ്ങനെ പതിയും. അപ്പോൾ അതായിരിക്കാം ഈ ഒരു ആർട്ടിഫാക്റ്റിന് അല്ലെങ്കിൽ ഈ UFO പോലത്തെ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു സോഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോളോ മിഷൻസിൽ ഏറ്റവും കൂടുതൽ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫും കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ഒറിജിൻ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നൈക്കോണിന്റെ ഒരു ഫിലിമിനാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നൈക്കോണിന്റെ ഒരു ഫിലിമിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അത് ബ്ലൂ ലൈറ്റിനോട് അത്യാവശ്യം സെൻസിറ്റീവ്, ബ്ലൂ ലൈറ്റിലേക്കാണ് അത് കൂടുതൽ ചരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഇന്റർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് ബ്ലൂ ലൈറ്റിനോടുള്ള ഒരു ചരിവുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു 3 ഡോട്ട് നമുക്ക് ബ്ലൂ കളറിൽ കാണാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ്. ഇത് വേണമെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടാണ് നിങ്ങൾ എടുത്തോ. മിക്കവാറും നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ കണ്ടിട്ടുണ്ടോ. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ ഇതാവാനാണ് സാധ്യത. അല്ലെങ്കിൽ തന്നെ UFO എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കിടക്കുകയാണ്. അതിനിടയ്ക്കാണ് നാസയുടെ വെബ്സൈറ്റിൽ നിന്ന് നാസയുടെ ഒഫീഷ്യൽ ഫോട്ടോ അത് മൂണിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ വിടൂല. അതാണ് ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അവർക്ക് കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലൈവ് സ്ട്രീം ആയിട്ട് വീഡിയോ പുറത്തേക്ക് ഇങ്ങനെ വിടുന്നുണ്ട്. അതായത് ലൈവായിട്ട് നമുക്കത് കാണാൻ പറ്റും. അതിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള 2 കോല് പോലത്തെ UFO ഇങ്ങനെ പറന്ന് കളിക്കുന്നതായിട്ട് നമുക്ക് അവരുടെ ലൈവ് ഫുട്ടേജിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. And then it's been taking pictures of the ionosphere, then it zooms on the North Pole. I don't know if it's auto tracking something, and then these come into sight. And then it zooms in really close on one. ഈ വീഡിയോ ഞാൻ അധികം അനലൈസ് ചെയ്തിട്ടില്ല. എനിക്കിത് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്തൊരു വീഡിയോ മാത്രമാണ്. പക്ഷേ എനിക്ക് സംശയം ഉണ്ടായ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. നമ്മുടെ ഭൂമിയുടെ മുഴുവനും കാണാൻ പറ്റും. അതിൽ നിന്ന് ഇങ്ങനെ സൂം ചെയ്തിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നത്. എൻ്റെ അറിവ് വെച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമ്മുടെ ഭൂമിയുടെ സർഫസ് ആയിട്ട് അധികം ഹൈറ്റിലല്ല പറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു വിഷ്വൽസ് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഒരാളെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഭൂമിയുടെ ഹൊറൈസൺ, അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംഭവം ലൈവ് സ്ട്രീമിൽ കണ്ടേന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് ഞാൻ അധികം അനലൈസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ ഫൈനൽ വേർഡിക്ക് എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനീഷ്യൽ ഇംപ്രഷൻ ഞാൻ പറയാം, ഇത് എനിക്കൊരു ഉടായ്പ വീഡിയോ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ വേറൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതും ഈ പറയുന്ന പോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ഒരു ലൈവ് സ്ട്രീം വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ഒരു പലക പോലത്തെ ഒരു സാധനം, എന്തൊരു ട്രയാങ്കിൾ പോലത്തെ ഒരു സാധനം ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് അങ്ങ് കാണാൻ പറ്റും. പക്ഷെ ഇത് അധികം അനലൈസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ ഒതന്റിസിറ്റിയും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് പെടുത്തൂല. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങൾക്കോട് ഷെയർ ചെയ്തു തന്നിരുന്നു. ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ നോക്കിയതാണ് കേട്ടോ, ഈ സംഭവത്തിന് ഏകദേശം 10 കിലോമീറ്ററോളം വൈഡ് ആണെന്നാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ ആ ഒരു പാരലാക്സ് മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഭവത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 10 കിലോമീറ്റർ വൈഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടാണ് തോന്നുന്നത്, അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ടൈം ഫ്രെയിം ഇല്ല, ടൈം ഫ്രെയിം വച്ചിട്ട് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ ഈ വീഡിയോയിൽ അപ്പോളോ 17 ആ ഒരു ഫോട്ടോ ഇല്ലേ, ആ ഫോട്ടോ മാത്രം അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പറഞ്ഞു പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതാണ് ശരിക്കും ഈ വീഡിയോ ഇത്ര ലെങ്ത് ആയി പോയത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാം. അതിന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്തായാലും എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയാം, ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന വീഡിയോസ് ഇല്ലേ, ഈ വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നാസ ഷെയർ ചെയ്തതായിട്ട് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കാണും. പക്ഷെ നാസ ഈ ഒരു ദിവസം വരെ ഒരു ഫൈനൽ വേർഡിക്റ്റ് ഷെയർ ചെയ്തിട്ടില്ല. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം നാസ ഷെയർ ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒത്തന്റിസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ വീഡിയോ എഡിറ്റിംഗ് ട്രിക്സും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് പെന്റഗൺ റിലീസ് ചെയ്യുന്ന ഫുട്ടേജ് പോലത്തെ സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ഇത് വേറെ ആരൊക്കെ ഉണ്ടാക്കിയിട്ടാ, വേറെ ആരുടെയും മനസ്സിൽ വെച്ചൊരു ഭാവന ആയിരിക്കാനാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലേ, എന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പോൾ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു. അതിൽ 2 പേര് ഇൻ പെർട്ടിക്കുലർ എൻ്റെ അടുത്ത് ദൈവത്തെ പറ്റിയിട്ടായിരുന്നു കൂടുതൽ സംസാരിച്ചത്. അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്കെന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് അറിയാം, ഞാനൊരു കട്ട എയ്ത്തിസ്റ്റ് ആണെന്നാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ ഏതോ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൈവശം ഒരു ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബുക്കിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചിട്ട് വേണം ആ ബുക്കിലുള്ള കണ്ടന്റിന് നമ്മൾ അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ആ ബുക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന്റെ ബുക്കിനെ പോയി ഫോളോ ചെയ്യരുത്. അതായത് ബ്ലൈൻഡ് ആയിട്ട് ഒരു സംഭവത്തിനെ പോയി ഫോളോ ചെയ്യരുത്. ഞാൻ ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കാണുന്ന ഒരു രീതി എന്താണെന്ന് അറിയാം. ഒരു വീട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ വീടിൻ്റെ അകത്ത് 10 പിള്ളേരെ ഞാനിങ്ങനെ ഇട്ടു.
അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 10 ദിവസത്തേക്ക് 10 പിള്ളേരെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് 10 ദിവസത്തിന് ശേഷം ഞാൻ ആ ഒരു വീട് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീട് തിരിച്ചറിയാനേ പറ്റില്ല. അവരോട് മൊത്തം വരച്ച അലങ്കോലമൊക്കെ അത് അവിടെ വലിച്ചവർ ആകെ മെനകേടാക്കിയേക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിനുള്ള റീസൺ എന്താണ്? ആ പിള്ളേരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പാരന്റ് ഇല്ലാത്തതുകൊണ്ട്, ഒരു പാരന്റിങ് ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ ആ ഒരു സംഭവം അവർ ഗൈഡ് ചെയ്യാൻ അവിടെ ആരുമില്ല. അങ്ങനെ ഈ പിള്ളേരൊക്കെ വളർന്ന് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കഴിയുമ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ ശരിക്കും ആരുമില്ല. ഈ പറഞ്ഞ ഗവൺമെന്റ് നിയമങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ സെപ്പറേറ്റ് നിയമങ്ങൾ മാത്രമാണ്. പക്ഷെ അവരെ ഗൈഡ് ചെയ്യാനായിട്ട്, അവരുടെ ലൈഫിനെ ഗൈഡ് ചെയ്യാനായിട്ട് ശരിക്കും വേറൊരു സംഭവം ഇല്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ദൈവികമായിട്ടുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളും റിലീജിയസ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇല്ലേ അതിനൊരു ഇമ്പോർട്ടൻസ് ശരിക്കും എനിക്ക് തോന്നുന്നത്. അതായത് ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേടികൊണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തന്നെ അങ്ങനെ ശിക്ഷിക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സ്വർഗത്തേക്ക് നരകത്തേക്ക് പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ആ ഒരു പേടി കാരണം ജീവിതത്തെ കറക്റ്റായിട്ട് ഡിസിപ്ലിനോടെ ഒരു ലിമിറ്റ് വരെ കേട്ടോ, ലിമിറ്റ് വരെ മര്യാദ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സംഭവമാണ് ശരിക്കും ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഈ ദൈവം എന്നൊക്കെ ഉള്ള ഒരു സംഭവം, ഒരു കൺസെപ്റ്റ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതല്ലാണ്ട് ദൈവം എന്ന് പറയുന്ന ആ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ശക്തി, ആ ഒരു പവറൊക്കെ ശരിക്കും നമ്മുടെ ലോകത്ത് ഇതേപോലെ ഒരുപാട് ലെജൻഡ്സ് ജീവിച്ചിരുന്നതായിട്ടോ അങ്ങനത്തെ ഒരു സംഭവത്തിലൊന്നും ശരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. പണ്ട് പഴമക്കാർ കണ്ട എന്തോ സംഭവം, എന്തൊരു ഇവന്റ് ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരു 1000-2000 വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അതിങ്ങനെ പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ കഥയായിട്ടുണ്ടാവും. ഈ കഥ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ പറഞ്ഞ ഒരു ബുക്കോ അങ്ങനെയുള്ള ഇങ്ങനെ ലെജൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇപ്പൊ അറിയുന്നത്. പക്ഷെ പണ്ട് എന്താണ് നടന്നതെന്നുള്ള കാര്യം ശരിക്കും നമുക്ക് അറിയില്ല. അപ്പോ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അത് നമ്മൾ മാക്സിമം ഒന്ന് പഠിക്കുക, അത് ശരിക്കും അറിഞ്ഞിട്ട് വേണം അതിനെ ഫോളോ ചെയ്യാനായിട്ട്. നിങ്ങൾ ആരെയും ഉപദേശിക്കാൻ ഞാൻ ആരും അല്ല, ഈ പറയുന്ന PhD ഡോക്ടറേറ്റ് വലിയ സംഭവം അങ്ങനെ ഒന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയെന്ന് അറിയാം. എന്തായാലും ഇപ്പൊ ഇത്രയും പറഞ്ഞാലെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞൊരു സെക്ഷൻ മാത്രമാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.